We call this, it's a technology base, we call it's a Niti 3D shot with the stereo lenses. Because this, നമ്മുടെ രണ്ട് കണ്ണു മാതിരി, we shot with 2 cameras. രണ്ട് കണ്ണു മാതിരി താൻ, so you have to be very careful. ഒരു സിനിമ എത്തിയാൽ തിയേറ്ററിലേക്ക് ആളെ കുത്തി നിറയ്ക്കുന്ന ഒരു നടനുണ്ടല്ലോ, ക്രൗഡ് പുള്ളർ. അത് ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം ഉത്തരം വരുന്നത് മോഹൻലാൽ എന്ന് തന്നെയായിരിക്കും. യങ് ജനറേഷനിൽ അതിൽ ദുൽഖർ സൽമാനാണെന്ന് പറയാം. അങ്ങനെ ചില താരങ്ങളുണ്ട്, വലിയ പ്രൊമോഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമ വരുമ്പോൾ ഒരു തള്ളൽ കാണും. എല്ലാ താരങ്ങളെക്കാളും കൂടുതൽ പ്രേക്ഷകർ ആ ചിത്രത്തെ സമീപിക്കും. എന്നാൽ ഒരു പ്രോപ്പർ സിനിമ അദ്ദേഹത്തിന് കൊടുത്താലും അതെ, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ മോഹൻലാൽ എന്ന താരത്തിലേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് പ്രേക്ഷകർ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളാണ് സത്യം പറഞ്ഞാൽ മലയാളത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും സംവിധായകരും ഒക്കെ കൊണ്ടെത്തിക്കേണ്ടത്. അങ്ങനെ ചില കാര്യങ്ങൾ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലേക്കും ഇനി സംഭവിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയാണ് ആ സുവർണ കാലഘട്ടം വരാൻ പോകുന്നതും അദ്ദേഹത്തിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കുറെ സംവിധായകർ അദ്ദേഹത്തിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ബറോസ് എന്ന സിനിമ മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നതും. പ്രേക്ഷകർ ഒരേപോലെ പറയുന്നു, ആ മോഹൻലാൽ എന്ന ക്രൗഡ് പുള്ളർ ഇതാ എത്തിയിരിക്കുന്നു എന്ന്. പ്രീസെയിൽ ബിസിനസ്സിലൂടെ ഇതിനോടകം 71 ലക്ഷമാണ് ബറോസ് എന്ന 3D ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 732 ഷോകളുടെ കണക്കുകളാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ 15,000 ടിക്കറ്റുകൾ ഇതുവരെ സോൾഡ് ഔട്ട് ആയി എന്ന വിവരങ്ങളും അവർ പങ്കുവെക്കുകയാണ്. മികച്ച റെസ്പോൺസ് ആണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രീസെയിൽ ബിസിനസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. വലിയ ഹൈപ്പൊന്നുമില്ലാതെ വരുന്ന ഒരു സിനിമയാണ്. ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. പല പ്രേക്ഷകരും ഇതിന് ഹൈപ്പ് ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട്. എന്നിരുന്നാലും മോഹൻലാൽ എന്ന താരം അഭിനയിക്കുന്നു, മോഹൻലാൽ എന്ന താരം ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ പ്രേക്ഷകർ ഇതിനെ സമീപിക്കുന്നുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സ്പെഷ്യൽ സ്ക്രീനിംഗ് ഒക്കെ ബറോസിന്റേതായി നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്നേ ദിവസം 6:30 PM സത്യൻ സിനിമാസ് ചെന്നൈയിൽ വെച്ചാണ് സ്പെഷ്യൽ സ്ക്രീനിംഗ് നടക്കാൻ പോകുന്നത്. എന്തായാലും ചിത്രം ഇനി ഇറങ്ങാൻ വെറും 2 ദിവസങ്ങൾ മാത്രമാണ്. അതിന്റെ ആവേശത്തിലാണ് ഓരോ ആരാധകരും. കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റേതായ വലിയ പ്രമോഷനുകളൊക്കെയാണ് മോഹൻലാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ മെയിൻ കഥാപാത്രങ്ങളിൽ ഒരാളായ വൂഡുവിനെ മോഹൻലാൽ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മോഹൻലാലിന്റെ ഒരു ലോ ഹൈപ്പ് പടത്തിന് ലഭിക്കുന്ന റെസ്പോൺസ് ആണ്. എന്നാൽ മോഹൻലാൽ എന്ന ആ വലിയ താരത്തെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അത് പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ മോഹൻലാലിനെ പോലൊരു നടൻ വേറെ ഉണ്ടാവില്ല. മമ്മൂട്ടിയും കമൽഹാസനും മുരളിയും തിലകനും പോലുള്ള മറ്റ് മഹാരഥന്മാർ ഉണ്ടെങ്കിലും മോഹൻലാലിനെ പോലത്തെ ഒരു നടൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ റേഞ്ച് അദ്ദേഹത്തിന് പോലും അറിയില്ല. പണ്ട് തിലകൻ പറഞ്ഞിട്ടുണ്ട്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് മോഹൻലാലിന്റെ വലിപ്പം അറിയില്ല. മോഹൻലാൽ നല്ല രീതിയിൽ കരിയർ പ്ലാൻ ചെയ്ത് പോയാൽ മോഹൻലാലിനെ വെല്ലാൻ ആരുമില്ല. അഭിനയത്തിൽ അദ്ദേഹം തെളിയിക്കാത്തത് ഒന്നുമില്ല മലയാള സിനിമയിൽ. ഒരു ഒടിയന്റെ പേരിൽ അദ്ദേഹത്തിന് എന്തിനു പരിഹസിക്കണം? വിരോധികൾക്ക് പോലും അറിയാമോ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നാലുള്ള അവസ്ഥ? ഇന്നും സതയം പോലും സിനിമ മറ്റൊരു നടന് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇരുവർ മണിരത്നം സിനിമയുടെ ക്യാരക്ടർ മോഹൻലാലിനെ വെല്ലാൻ ആരുമില്ല. സാക്ഷാൽ കമലതളം പോലും കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്താൽ പോലും ലാലു ചെയ്ത അത്രയും നന്നാവില്ല എന്ന്. ദൃശ്യം തമിഴിൽ ചെയ്തപ്പോൾ കമലഹാസൻ പറഞ്ഞു, മോഹൻലാലിന്റെ രീതി എനിക്കാവില്ല. മോഹൻലാൽ ചെയ്യുന്ന റേഞ്ച് വേറെ ലെവലാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടൻ, ഏറ്റവും വലിയ നടൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ വിജയ് എന്ന് പറയുന്നത് പോലെ, ഹിന്ദിയിൽ ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് പോലെ, തെലുങ്ക് കന്നഡയിൽ പ്രഭാസ്, അല്ലു അർജുൻ എന്നതുപോലെ ലാലേട്ടന് വെല്ലാൻ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. ലാലേട്ടൻ എന്ന വിളിയിൽ തന്നെയുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും മോഹൻലാലാണ്. ലാലേട്ടൻ ഒരിക്കലും ഫീൽഡ് ഔട്ട് ആകില്ല. കാരണം മോഹൻലാലിനെ ഫീൽഡ് ഔട്ട് ആക്കാൻ കഴിയില്ല. മോഹൻലാലും മറ്റ് നടന്മാരുമായി താരതമ്യം ചെയ്യരുത്. അത് വേറെ തന്നെ ഒരു ഐറ്റമാണ്. അദ്ദേഹത്തെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരുടെ വാക്കുകൾ എത്തിയത്. ബറോസ് എന്ന സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പ്രേക്ഷകർ അവരുടെ ചില വാക്കുകളും പറഞ്ഞുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ. മോഹൻലാലിനെ പ്രോപ്പറായി ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും.